നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹം, ഈ ഒരു സമയത്തുള്ള ആഗ്രഹം എന്താണ്? ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന്. കൂടുതൽ പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മേ ബി ഇതൊരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒത്തിരി പേര് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലേക്ക് മാറിയതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ ഈ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതിന് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫലം അവരുടെ ലൈഫിൽ വേണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു പോസിബിലിറ്റിയാണ് അവരുടെ ലൈഫിൽ കാണുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് തവണ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ അവരായിട്ട് തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് ഒരു പരാജയം സംഭവിച്ചതായിട്ട് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു ബ്ലോസമിങ് അബണ്ടൻസ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പരാജയത്തിൽ, അതായത് ഈ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്, എപ്പോഴും നിങ്ങളോട് ബ്രേക്കപ്പ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു രക്ഷപ്പെടൽ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മുന്നിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഡിവൈനിൽ സറണ്ടർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. മേ ബി ഇത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അവർ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എല്ലാ പോസിബിലിറ്റീസോടു കൂടി അവരിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി ഉണ്ടാവണം, ഒരു സക്സസ് ഉണ്ടാവണം. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണം എന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ലൈഫ് ലോങ് ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മേ ബി അവർക്ക് ആ ഒരു ഈ ഒരു സമയത്ത് അവർക്കൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ലായിരിക്കാം. പക്ഷെ അവരുടെ ഇൻറ്റ്യൂഷൻസ് അവർ വിശ്വസിക്കുന്നുണ്ട്. മറ്റ് വ്യക്തികളുടെ വാക്കുകൾ കേൾക്കാതെ സ്വന്തം ഇൻറ്റ്യൂഷൻസ് അവർ വിശ്വസിക്കുകയും അവരുടെ മനസ്സ് എന്താണോ അവരോട് പറയുന്നത് ആ ഒരു കാര്യം പ്രാവർത്തികമാക്കണമെന്നും ഈ ഒരു സമയത്ത് അവർ ഡിസിഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു ഊർജം അവരിൽ ഉണ്ടാവണമെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മാറണമെന്നും അതുവഴി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നും അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വ്യക്തി ഒരു ഡിവൈൻ പാത്തിലേക്ക് മൂവ് ആയത് എന്ന് കാണുന്നുണ്ട്. ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാവാനാണ് ആ വ്യക്തി അതുവഴി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് യൂണിവേഴ്സൽ സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
ഓക്കെ. നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഹീൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം വൂണ്ടഡ് ആണ് നിങ്ങൾ രണ്ടുപേരും എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം ഹീലാവുക. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്ന് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ആ വ്യക്തി ഒരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓക്കെ. യു ബിലീവ് ഓർ നോട്ട്, ഐ ലവ് യു മോർ ദാൻ യു നോ ഐ ലവ് യു. ഓക്കെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ ഹവേഴ്സ് ആൻഡ് ഡേയ്സ് until I can meet you again. Love you. ഓക്കെ. അപ്പോൾ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മണിക്കൂറുകളും ദിവസങ്ങളും പോലും എണ്ണി അവർ കഴിയുന്നതായിട്ടാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും അവർക്ക് നിങ്ങളുമായിട്ട് കണ്ടുമുട്ടണം, നിങ്ങളുമായിട്ട് റിയൂണിയൻ വേണം എന്നവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോൾഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദി ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. നിങ്ങളെ വിട്ടു പിരിഞ്ഞ ആ ഒരു ലാസ്റ്റ് ഡേ ആണ് അവരുടെ ലൈഫിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവർക്ക് വേദന കൊടുക്കുന്ന ഒരു ദിവസമായിട്ട് അവർ കണക്കാക്കുന്നത്. ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ ഐ ആം ഹെൽപ്ലെസ് നൗ, മൈ ലൈഫ് ഈസ് എംപ്റ്റി. ഓക്കെ. മേ ബി അവരുടെ ലൈഫിലുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള കരിയർ ഇഷ്യൂവോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ ആയിരിക്കാം. അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ. ഐ വാണ്ട് റീയൂണിയൻ. ഓക്കെ. ഇതിലും അപ്പുറമായിട്ട് ആ വ്യക്തി എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നതിന് ഒരു ആൻസർ മറ്റൊന്നും പറയാനില്ല. അവർ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് ഡെഫിനറ്റ്ലി അവർ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെന്റിൽ പോലും ആഗ്രഹിക്കുന്നത്. ഓക്കെ.